ചേട്ടാ പി കെ ശശി അറിഞ്ഞൂടെ? നമ്മുടെ പി കെ ശശി തീവ്രത കുറഞ്ഞ് പീഡിപ്പിക്കാൻ അറിയാവുന്ന ഒരു സഖാവാണ്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ചൊല്ലി ഇപ്പൊ പാർട്ടിക്കകത്ത് ഒരു വലിയ വിഭാഗീയത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒരു പക്ഷം പറയുന്ന ഒരാൾ പറയുന്നത് പി കെ ശശി നമുക്ക് വേണം എന്ന് പറയുന്ന, ഒരാൾ അങ്ങനെയല്ല, പി കെ ശശി പുറത്തു പോകേണ്ട ആളാണെന്നൊക്കെ പറയുന്നത്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു വിഭാഗീയത ഉണ്ടോ നിലവിൽ പാർട്ടിയിൽ? CPM എന്ന് പറയുന്ന പാർട്ടിയിൽ വിഭാഗീയത ഉണ്ട്. അത് പല ജില്ലകളിലും തലപൊക്കിയിരുന്നു സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പാലക്കാട്. അപ്പോൾ വിജയ് ഇപ്പോൾ പറഞ്ഞ ആ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് പോകാം. തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറയുന്ന വിഷയത്തിൽ പി കെ ശശിയെ പെടുത്തിയതാണെന്ന് പറയുന്നവരുണ്ട്. അത് ഇവിടുത്തെ ചില മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. ഹണി ട്രാപ്പ് പോലെ അദ്ദേഹത്തിന് ട്രാപ്പിൽ വീണതല്ലേ? ഹണി ട്രാപ്പ് എന്നല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഒരാൾക്ക് അല്പം ഇത്തരത്തിലുള്ള സൂക്കേടുകൾ ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അതിലേക്ക് വീഴ്ത്താനൊക്കെ പറ്റും. അതാണ് നമ്മുടെ ദൗർബല്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടല്ലേ വീഴ്ത്താൻ പറ്റുക. അതാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് മാത്രം ഉടക്കി നിൽക്കേണ്ടെന്നുള്ളത് ഞാൻ വഴി മാറുകയാണ്. ഏതായാലും കൃഷ്ണദാസ് ഈ കഴിഞ്ഞ ദിവസം പി കെ ശശി അവിടെ തന്നെ ഒരു പൊതുവേദിയിൽ, മണ്ണാർക്കാട് മറ്റോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കുക, അപ്പോൾ അവിടുത്തെ ഒരു പൊതുവേദിയിൽ അദ്ദേഹം ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് കോൺഗ്രസ്സുകാർ എല്ലാവരും പങ്കെടുക്കുന്നത്, അത് ഗവൺമെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം KTDC ചെയർമാനാണ്, ഇപ്പോഴും CITUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഈ തീവ്രത കുറഞ്ഞ പീഡനത്തിന്റെ പേരിൽ തരം താഴ്ത്തി ബ്രാഞ്ചിലാക്കിയിരിക്കുകയാണ്. ഒരു വേള പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പാലക്കാട് വന്നിറങ്ങുമ്പോൾ കാറിൽ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിനൊപ്പം നിന്ന് അങ്ങനെയൊക്കെ പോയി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം മാത്രമല്ല, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കുമല്ലോ, അതിൽ അംഗമായിരുന്നു. ഇത്തരത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ഈ പറയുന്ന അദ്ദേഹത്തിന് തീവ്രത കുറഞ്ഞ പീഡനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് തരം താഴ്ത്തി. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ നടന്നൊരു പൊതുവേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ പഴയ ബിലാല് തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ സിനിമാ ഡയലോഗുകളൊക്കെ അടിച്ചു. അപ്പൊ ഇതില് വിജയ് വേറൊരു കാര്യം അറിയോ? ശശി പഴയ അങ്ങനെയാണ് പറയണ്ടത്. അതെ. അപ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് കുറച്ച് ഈർഷ്യത മനസ്സിലുണ്ടായിരുന്നു. അതായത് നമ്മൾ പാർട്ടിയിലെ കീഴ്ഘടകത്തിൽ നിന്ന് മേൽഘടകം വരെ എത്തിയിട്ട് നമ്മളെ എടുത്ത് ഏണി വഴി തൂക്കി താഴെ ഇട്ട് കഴിയുമ്പോൾ ആർക്കായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. കയ്യിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തും ആവാം. വേറെ എന്താ, പാർട്ടിക്കകത്ത് നിരീക്ഷണം കണ്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ, ഒരാൾ പാർട്ടിക്കകത്ത് അംഗമാണെന്നുണ്ടെങ്കിൽ അവൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അവനെതിരെ ഒരു കൃത്യമായി കണ്ടുപിടിച്ചിരിക്കും. ഈ പാർട്ടിക്ക് ഒരു പ്രത്യേകത തരും, മൂന്നാം കണ്ണ് എപ്പോഴും ഉണ്ടാകും. അങ്ങനെ ശശിയെ സംബന്ധിച്ച് ശശി ആ പ്രസംഗം നടത്തിയതിനു ശേഷം ശശിയെ കോൺഗ്രസ്സുകാർ പതുക്കെ കൊണ്ടുപോകാൻ പോകുന്നു. കാര്യം ശശിക്ക് ഇന്നും ഒരു ഹോൾഡ് അവിടെ ഉണ്ട്. പിന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള കണ്ടുപിടുത്തമൊക്കെ കറക്റ്റാണ്. ഈ പീഡനം മാത്രമല്ല, ശശിയെ സംബന്ധിച്ച് ചക്രക്കുളത്തിൽ കൈയിട്ട് ശശി നക്കുകയും ചെയ്തു, അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു ട്യൂട്ടോർ കോളേജ്, അവിടെ ഒരു വലിയ ട്യൂട്ടോർ കോളേജ് ഉണ്ട് പാലക്കാട്, ഇപ്പോഴും ഉണ്ട് ആ കോളേജ്, അതിൻ്റെയൊക്കെ ഭാരവാഹിത്വത്തിലുണ്ട്. പിന്നെ പാർട്ടിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടൽ അദ്ദേഹം തട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ സംസാരമായിരിക്കുന്നത്, ഇന്നലെ കഴിഞ്ഞ ദിവസം ശശിക്കെതിരെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ആർഷോ മോൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ മോൻ ഇദ്ദേഹത്തിനെ ചവിട്ടി താക്കുന്നതിൽ ഒരു വലിയ പങ്കുള്ള ഒരാളാണ്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു മോനാണ് ഈ മോൻ, ആർഷോ മോൻ. അങ്ങനെ ഈ ആർഷോ മോൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസത്തെ പ്രകടനം നടത്തുന്നതിന് നേതൃത്വം കൊടുത്തു. പി കെ ശശി പുറത്തു പോകണം, പി കെ ശശി തെമ്മാടിയാണ്, ആനെ പോലെ. അപ്പോൾ അത് CPMന് ചേർന്നൊരു നിലപാടല്ല. CPMന് ഒരിക്കലും അങ്ങനെ തെരുവിൽ നമ്മൾ പ്രകടനം നടത്താൻ പാടില്ല. കാര്യം പാർട്ടിക്കകത്ത് ഇപ്പം BSനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ പ്രകടനം നടത്തിയവരൊക്കെ നിരീക്ഷണത്തിലായിരുന്നു. BSനെ അവർ മുഖ്യമന്ത്രി ആദ്യം സ്ഥാനാർത്ഥിയാക്കി, പിന്നെ പോളിറ്റ് ബ്യൂറോ സ്വീകരിച്ചു, അവരുടെ തെരുവിലെ പ്രകടനം അംഗീകരിച്ചു. സീതാറാം യെച്ചൂരി അന്ന് ഉണ്ടായിരുന്നു, യെച്ചൂരി ഇടപെട്ട് അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായെങ്കിലും വെറും റബ്ബർ സ്റ്റാമ്പ് മുഖ്യമന്ത്രിയായിരുന്നു. വിജിലൻസ്, ആഭ്യന്തരം, ഇതെല്ലാം വേറെ ആണുങ്ങളെ നോക്കിയത്, കൊടിയേരിയാ നോക്കിയത്. ഇദ്ദേഹം വെറും മുഖ്യമന്ത്രി മാത്രമായിരുന്നു. അത് പക്ഷേ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ട് ഉൾപാർട്ടി ജനാധിപത്യം അല്ല ഒരിക്കലും. CPM അന്ന് ഇവർ പറഞ്ഞത് അത് ഒരിക്കലും CPM മെമ്പേഴ്സ് അല്ല സമരം നടത്തിയത്. ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതാണ് കൃഷ്ണദാസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത് CPMന്റെ രീതി അല്ല ഈ ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രകടനം നടത്തുക. അതൊരു വലതുപക്ഷ പാർട്ടിയാണ് ഇങ്ങനെ പ്രകടനം നടത്തുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടല്ലേ ഒരു വിഭാഗത്തിന് ഇങ്ങനെ തെരുവിലിറങ്ങേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും ഉൾപാർട്ടി ജനാധിപത്യത്തിന് അടുക്കും ചിട്ടയില്ലാത്തതുകൊണ്ട് ഉൾപാർട്ടി ജനാധിപത്യം വേണം. ഇപ്പൊ ഞാനും വിജയും ഉൾപ്പെടുന്ന ഒരു സംഘടന, നമ്മൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയിൽ നമ്മളെല്ലാവരും ഒരു കമ്മിറ്റിയിൽ ഇരിക്കുകയാണ്. എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിജയ്ക്ക് അവിടെ ആ കമ്മിറ്റിയിൽ പറയാം, അല്ലാതെ തെരുവിൽ പോയി ഇന്ന് പ്രസംഗിക്കുകയല്ല വേണ്ടത്. അത് സ്വന്തം പല്ല് കുത്തി നാട്ടിക്കുന്നതാണ്. CPMന് അങ്ങനെയില്ല. ഇന്നലെ വയനാട് കണ്ടില്ലേ, MD അപ്പച്ചൻ എന്ന് പറയുന്ന നേതാവിന് വേണ്ടി തമ്മിലടിച്ച് ആശുപത്രിയിലെ കോൺഗ്രസ്, അറിഞ്ഞില്ലേ സംഭവം? വയനാട് ഇന്നലെ അത് കോൺഗ്രസ്. അപ്പൊ കൃഷ്ണദാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് കൃഷ്ണദാസ് പറഞ്ഞത് ഒരിക്കലും CPM ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞ് നാളെ നേരം വെളുത്ത് സൂര്യ ഉദിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാവണതല്ല. അവിടെ ഒരു കൊട്ട് ഉണ്ട്,
പി സരിൻ ഇന്നലെ വരെ കോൺഗ്രസിലെ കതർ ഷർട്ടിട്ട് കിടന്ന് സരിൻ സ്ഥാനാർത്ഥിയായി, ഒരു ദിവസം കൊണ്ട് സരിൻ കമ്മ്യൂണിസ്റ്റുകാരനായി. അപ്പൊ അങ്ങനെ ഒരു ദിവസം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ആളല്ല ശശി. ശശി അങ്ങനെ മാറിപ്പോകില്ല എന്ന് കൃഷ്ണദാസ് പറയുന്നു. മനസ്സിലായില്ലേ? ആ പറഞ്ഞ കൃഷ്ണദാസ് പറയുന്നതിന്റെ നേരെ വിപരീതമാണ് മണ്ണാർക്കാട് നടന്നിരിക്കുന്ന പ്രകടനം. ഒന്ന് ആലോചിച്ച് നോക്കുക. മണ്ണാർക്കാട് ഇങ്ങനെ ശശിയെ വിമർശിച്ച് പ്രകടനം നടത്തിയത് ആർട്ട് ഷോ ഉൾപ്പെടെ സിനിമ സ്റ്റൈലിലാണ് ആർട്ട് ഷോ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഇതൊക്കെ ഒരു പാർട്ടിക്ക് ചേരുന്നതാണോ എന്ന് നമ്മൾ പൊതുസമൂഹം ചിന്തിച്ചു പോകും. അതായത് ശശി വെറും ഒരു ബ്രാഞ്ച് അംഗമല്ല, പാർട്ടിയുടെ സ്വതന്ത്ര രാഷ്ട്രീയ തൊഴിലാളി സംഘടനയെ CITUവിന്റെ വൈസ് പ്രസിഡന്റാണ്. അതിന്റെ അതുമല്ല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ്. അപ്പോൾ അതിന് ഏറ്റവും വളരെ രസകരമായ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ശശിയുടെ ഈ വിഷയം കൃഷ്ണദാസിനോട് ചോദിച്ച പോലെ സുരേഷ് ബാബു എന്ന് പറയുന്ന അവരുടെ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയോ? 42,222 പാർട്ടി അംഗങ്ങൾ ഞങ്ങൾക്കിവിടെ പാലക്കാടുണ്ട്, അവരെല്ലാവരും കാര്യമൊന്നും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അതാണ് ഒരു മറുപടി, സുരേഷ് ബാബുവിൻ്റെ മറുപടിയാണ്. അപ്പോൾ ഇതൊന്നും കൃത്യമായ മറുപടിയില്ല. അപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞത്, നമ്മളിപ്പോൾ പൊതുസമൂഹം ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് വരെ CPM കാണിച്ചിരിക്കുന്ന അവരുടെ ഒരു രീതി, ഇപ്പൊ എന്നോട് വിജയ് ചോദിച്ചു ഉൾപാർട്ടി രാഷ്ട്രീയം ശരിയല്ലേ? CPMന്റെ രീതി എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് ഡിസ്കഷൻ നടത്തണം. ഈ വിഷയങ്ങളുണ്ടെങ്കിൽ പാർട്ടി സംസാരിക്കണം. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ വ്യക്തമാക്കി പറയാം. അതായത് ഉൾപാർട്ടി ജനാധിപത്യം, അതായത് ഏകപക്ഷീയമായിട്ട് CPMനകത്ത് തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ്, അതായത് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല, അതെ, അതുകൊണ്ടാണ് ഒരു വിഭാഗം ഇങ്ങനെ തെരുവിലിറങ്ങുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് തീരുമാനം എടുക്കാൻ സമയമായില്ല. കഴിഞ്ഞ ദിവസം ശശി അങ്ങനെ സംസാരിച്ചു. ശശി ഇതാ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊരു സംഭവം ഉണ്ടാക്കി. കോൺഗ്രസ് അതിനെ ഒരല്പം ആളിക്കത്തിക്കാൻ നോക്കി. VK ശ്രീകണ്ഠൻ പാലക്കാട് അതിനെ ആളിക്കത്തിക്കാൻ നോക്കി. ശശി ശുദ്ധനാണെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ശശി അത്യാവശ്യം നല്ല പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ശശി നമ്മളെ MP രാജേഷ്. ഇപ്പം ഞാൻ പറയട്ടെ, കോൺഗ്രസിനകത്ത് സംഭവിക്കുന്ന പോലെ ഈ യുവാക്കളെ പൊങ്ങി വരാൻ ഈ കടൽക്കഴവും അത് സമ്മതിക്കത്തില്ല. അത് വേറൊരു വിഷയമാണ്, അത് പറയാം. ഇപ്പം MP രാജേഷ് ഒരു ചെറുപ്പക്കാരനാണ്. MP രാജേഷിന് വളർന്നു വരണ്ടേ? അല്ല, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് PK ശശി അത്ര വലിയ നല്ല ആളൊന്നുമല്ല, താപ്പാനയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, ഇയാൾ പുറത്തു പോയാൽ എന്താ, അകത്തിരുന്നാലത്? പുറത്തു പോകുന്നതല്ലേ എത്ര നല്ലത്? അങ്ങനല്ല വിജയ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നേതാവ് വളർന്നു വരുന്നത് ഒരു സുപ്രഭാതത്തിൽ നമുക്കിപ്പോൾ പെട്ടെന്നൊരു പൂ മൊട്ടുന്ന ഇങ്ങനെ വിരിഞ്ഞു വരുന്ന പോലെയല്ല. ശശിയെ സംബന്ധിച്ച് ശശിക്ക് കുറേ ബന്ധങ്ങളുണ്ട്. ശശി പറഞ്ഞാൽ ശശിക്ക് വോട്ട് വ്യക്തിപരമായി കിട്ടാൻ സാധ്യതയുണ്ട്. ശശിക്ക് ഒരു വേള ഇനി അവിടെ ഷൊർണൂർ മത്സരിച്ചാൽ ശശി ജയിക്കില്ലെന്ന് ആര് കണ്ട്? ശശിക്ക് അതിനുള്ള ഹോൾഡൊക്കെ ഉണ്ട്. അത് CPMന് അറിയാം. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വ്യക്തി പാർട്ടിയേക്കാൾ അതീതനായി എന്ന് കാണുമ്പോഴാണ് കൊമ്പ് മുറിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പാർട്ടിയേക്കാൾ അതീതനാകുന്നു, ഒരല്പം മുളച്ചിട്ടുണ്ട്, കൊമ്പ് വെട്ടി മുകളിൽ നിന്ന് താഴെ എടുത്തിട്ട്. ഇനി ശശി മര്യാദയ്ക്ക് പോയാൽ ശശിക്ക് പാർട്ടിയിൽ പോവാം. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ശശിക്ക് CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകാൻ കഴിയില്ല. ശിൽവരാജ് പോയതുപോലെ, കൃഷ്ണദാസ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആരാധകനോ കമ്മ്യൂണിസ്റ്റ് ഭക്തനോ ഒന്നുമല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നമ്മൾ കേട്ടറിവ്, നമ്മുടെ കണ്ടറിവ്, കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും പോകാൻ കഴിയില്ല. ഒരിക്കലും അങ്ങനെ കോൺഗ്രസിലേക്ക് പോകാൻ കഴിയില്ല. അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ആള്, അതും കൂടെ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വരെ കോൺഗ്രസിൽ നിന്ന് അവരിട്ട് കോൺഗ്രസ് കതർ ഊരി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാറ്റി ഇട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഷർട്ട് ഇട്ടുകൊണ്ടിവിടെ ഇറങ്ങിയവരുണ്ട് എന്നും കൃഷ്ണദാസ് പറഞ്ഞു. അതാരെ? സരിനെ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കിടക്കുമ്പോൾ, പാലക്കാട് തെരഞ്ഞെടുപ്പ് കിടക്കുമ്പോഴത്തേക്ക് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പോയത് ഓർമ്മയുണ്ടല്ലോ. അബ്ദുൾ ഷുക്കൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. ഈ അബ്ദുൾ ഷുക്കൂറിനെയൊക്കെ പാർട്ടി വിമർശിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ ഈ സുരേഷ് ബാബു ഷുക്കൂർ രാജിവെച്ചു, അംഗത്വം രാജിവെച്ച് പോയതൊരു വാർത്തയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. അന്ന് ആരാ ഷുക്കൂറിനെ തിരിച്ചു കൊണ്ടുവന്നത്? കൃഷ്ണദാസാണ്. അന്ന് മാധ്യമങ്ങളുടെ കൃഷ്ണദാസ് ചോദിച്ചു, ഇവിടെ എന്താ വല്ല കാണാൻ പാടില്ലാതെ നടക്കുന്നോ? അല്ലെങ്കിൽ ഇറച്ചി വെട്ടുകാരൻ്റെ ഇറച്ചി വെട്ടുന്ന കടയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന നായ്ക്കളാണോ നിങ്ങൾ എന്നുവരെ മാധ്യമങ്ങളോട് കൃഷ്ണദാസ് ചോദിച്ചു. കൃഷ്ണദാസ് ഒരു നല്ല നേതാവാണ്. കൃഷ്ണദാസിനെ പാർട്ടി തരം താഴ്ത്തിയിട്ടുണ്ട്. VSനോടൊപ്പം നിന്നെന്ന് പറഞ്ഞു. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ MP നല്ല വോട്ട് നേടി ജയിച്ച ആളാണ് കൃഷ്ണദാസ്. അന്ന് പാലക്കാട് എന്ന് പറയുന്നത് CPMന്റെ ഒരു എന്താ പറയുക, ഇന്ന് ശ്രീകണ്ഠൻ ജയിച്ചതുപോലെ അതിനേക്കാൾ വോട്ടിൽ നല്ല രീതിയിൽ നിന്നൊരു പാർട്ടി സംഘടന ശക്തമായി പോയതാണ്. ഈ പാലക്കാട് മാങ്കൂട്ടൻ ജയിച്ച സ്ഥലത്ത് ആരാ ജയിച്ചിരുന്നത്? KK ദിവാരൻ ജയിച്ചിരുന്നതാണ്. അവിടെയാണ് ഷാഫി വന്നത്. അപ്പോൾ ഇതിലൊന്നേ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളൂ. എന്നോട് വിജയ് ചോദിച്ചു, ഇത്രയ്ക്ക് അനഭിമതനാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശശിയെ ഇനി നോക്കണമെന്ന്. വിജയ്, കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ വിജയ് മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനായാലും മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവും. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം ചിലപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഹൈപ്പ് വരുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. എനിക്കൊരു വീഴ്ച വരുമ്പോൾ എൻ്റെ ശത്രുക്കൾ ചിലപ്പോൾ കൈയടിക്കും. പക്ഷെ അവിടെയും എൻ്റെ മിത്രങ്ങൾ കൂടുതലാണെങ്കിൽ എന്നെ പൊക്കിക്കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയും. അത്തരത്തിൽ ശശിക്ക് പൊക്കിക്കൊണ്ടുവരാൻ ആളുണ്ട്. ശശി അങ്ങനെ ഒരു നേതാവാണ്. അത് പിണറായി വിജയൻ അറിയാം, ഗോവിന്ദൻ അറിയാം, അത് ഈ പറയുന്ന കൃഷ്ണദാസിന് അറിയാം.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടവ് നയത്തിന്റെ പാർട്ടിയാണ്. ഇപ്പൊ ആർഷോ SFI നേതാവ്, ആർഷോയ്ക്ക് ഒരു ചുക്കും അറിയില്ല. അതുകൊണ്ടാണ് ആർഷോ ഇന്നലെ അവർക്കൊപ്പം സമരത്തിന് പോയത്. എന്തിനു പോയി? ശശിയെ മൂർദാബാദ് വിളിക്കാൻ എന്തിനു പോയി? അതിന് ആർഷോയ്ക്ക് മറുപടി പറയേണ്ടി വരും. ആർഷോ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. പാർട്ടി ഫോറത്തിൽ ഇപ്പൊ വിജയ് ചോദിച്ചു ഉൾപാർട്ടി രാഷ്ട്രീയം ശരിയല്ല എന്ന്. പാർട്ടി ഫോറത്തിൽ ആർഷോ മറുപടി പറയേണ്ടി വരും. അവിടെ ശശി ഇപ്പൊ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ശശിയെ കൃഷ്ണദാസ് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. സുരേഷ് ബാബു 42,222 അംഗങ്ങളുണ്ട്, പാർട്ടി അംഗങ്ങളുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനേ പറ്റുള്ളൂ, ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാൻ പറ്റൂല എന്നൊക്കെ പറയുമ്പോഴേ സുരേഷ് ബാബു ആൻസർ പറയേണ്ടി വരും പാർട്ടി കമ്മിറ്റിയിൽ. അതാണ് ഈ പറയുന്ന പാർട്ടിയുടെ, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇന്ന് വരെയുള്ള രീതി. അപ്പോൾ ഇതിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ പിണറായി വിജയൻ സ്ഥലത്തില്ല, ഗോവിന്ദനെ കൊണ്ട് ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പാർട്ടി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. വയനാട് അപ്പച്ചന് വേണ്ടി കഴിഞ്ഞ ദിവസം അടികൂടി ആശുപത്രി കിടക്കുന്നു 2 ഘട്ടം. ഇനി അതുകൂടെ ആയാൽ CPMന്റെ വയറ് നിറഞ്ഞു.